പകുതി വില തട്ടിപ്പിൽ അപേക്ഷകൾ സ്വീകരിക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുക്കിയിരുന്നതായി കണ്ടെത്തൽ. ഡിജിറ്റൽ ഗ്രാമം എന്ന പേരിൽ ഓൺലൈൻ പോർട്ടൽ വഴിയും ആളുകളെ ചേർത്തു. സാധനം പകുതി വിലയ്ക്ക് ലഭിക്കാൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നും പരസ്യം. സീഡിന് പുറമെ വേറെയും കമ്പനികൾ പദ്ധതിയിൽ. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, കണ്ണൂരിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോം രൂപകൽപ്പന ചെയ്ത് അതിലൂടെയാണ് വലിയ തട്ടിപ്പിന് വഴികൾ സ്വീകരിച്ചത്. എന്താണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? നീലിമ, ഈ പകുതി വിലയ്ക്ക് സാധനങ്ങൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തിയതിന്റെ ഒരു ബൃഹത്തായ രൂപമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഈ അപേക്ഷകൾ സ്വീകരിക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഈ പ്രതിയായ അനന്തകൃഷ്ണൻ ഉണ്ടാക്കിയതാണ് മനസ്സിലാക്കുന്നത്. ഡിജിറ്റൽ ഗ്രാമം എന്ന പേരിൽ ഓൺലൈൻ പോർട്ടലാണ് ഇയാൾ ഉണ്ടാക്കിയത്. ഈ പോർട്ടലിലൂടെയാണ് ആളുകൾക്ക് ഇത്തരത്തിൽ ഈ പകുതി വിലയ്ക്ക് സാധനങ്ങളും മറ്റും വാങ്ങാനുള്ള രജിസ്ട്രേഷൻ ഇയാൾ നടത്തിയിരുന്നത്. സീഡ് എന്ന സംഘടന മാത്രം, അതിന് പുറമെ മറ്റ് ചില കമ്പനികളും ഈ ഒരു പദ്ധതിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ വിവിധ സീഡ് സൊസൈറ്റികൾ ഫെസിലിറ്റേറ്റിംഗ് ഏജൻസിയായി ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷൻ എന്ന കമ്പനിയും ഇതോടൊപ്പം തന്നെ ചേർന്നിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. കൊച്ചി കേന്ദ്രമായി SES എന്ന ഒരു കമ്പനി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് 2024 മെയ് 2-നാണെന്നും ഇവരുടെ ഈ ഒരു ഇതിൽ പറയുന്നുണ്ട്. അതേസമയം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നേരത്തെ തന്നെ അന്വേഷണം ആരംഭിച്ചെന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പദ്ധതിയുടെ പ്രൊമോട്ടർമാരിൽ നിന്ന് തുടക്കം തൊട്ട് തന്നെ പല വിവരങ്ങളും വിജിലൻസ് തേടിയിരുന്നു. മാത്രമല്ല, സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തിയപ്പോഴും ഇത് കൃത്യമായ തട്ടിപ്പാണ് എന്ന് ബോധ്യപ്പെട്ടിരുന്ന എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ഈ വിവരങ്ങൾ പുറത്തു വിടാതിരുന്ന വലിയ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് അറിയാത്തത് കൊണ്ടാണെന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതേസമയം വലിയ തോതിൽ ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടി ആപ്പുകൾ, പ്രത്യേകതരം ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചിരുന്നു എന്ന വിവരം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിന്റെ ഒരു സൂചന തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ഇവർ ഇത്തരത്തിൽ അപേക്ഷകൾ സ്വീകരിക്കുകയും അതുവഴി ആദ്യഘട്ടത്തിൽ അപേക്ഷിച്ച ആളുകൾക്ക്, പല ആളുകൾക്കും ഇത്തരത്തിൽ ഈ സാധനങ്ങൾ ലഭിച്ചിരുന്നു. അങ്ങനെ വിശ്വാസം ആർജിച്ചതിന് ശേഷമാണ് വലിയ തട്ടിപ്പിലേക്ക് ഇത് നീങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ്, അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായ മറ്റ് ചെറിയ ചെറിയ ഇലക്ട്രോണിക് ഐറ്റംസ്, അങ്ങനെ ചില സാധനങ്ങൾ കൊടുത്തതിന് ശേഷം, വിശ്വാസം ആർജിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇരുചക്ര വാഹനങ്ങൾ പകുതി വിലയ്ക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് വലിയ തട്ടിപ്പിലേക്ക് നീങ്ങിയതെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. നീലിമ, ശരി. സീഡ് സൊസൈറ്റിയുടെ പേരിൽ അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ വാർത്തകളാണ് കണ്ണൂരിൽ നിന്നുകൂടി പുറത്തു വരുന്നത്. വിവരങ്ങളാണ് മിഥുൻ പിള്ള പങ്കുവച്ചത്.